Hamafushi Island. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖല്ലേ? നമ്മളിന്നൊരു പുതിയ ട്രിപ്പ് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയാണ്. ബോട്ട് കുറച്ച് നേരത്തെ അല്ല, ഞാൻ കുറച്ച് ലേറ്റ് ആയി. അതുകൊണ്ട് ബോട്ട് പിടിക്കാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. മാലദ്വീപ്സിന്റെ ഇടവഴികളാണ്. ഇവിടുത്തെ പ്രസിഡൻഷ്യൽ ഓഫീസാണ്. ഇവിടെ അത്യാവശ്യം നല്ല സെറ്റപ്പിലാണ്. ഇതിന് ഓപ്പോസിറ്റ് ഭാഗത്ത് നിങ്ങൾക്കൊരു ഗാർഡൻ കാണാൻ പറ്റും. ഒരു 3 മാസം മുമ്പ് വരെ ഇവിടെ ഒരു വലിയ ബിൽഡിംഗ് ആയിരുന്നു. അത് ഞാൻ നോക്കട്ടെ, ഗൂഗിൾ മാപ്പിൽ അത് നോക്കി കഴിഞ്ഞാൽ കിട്ടുമെന്ന് അറിയില്ല. 3 മാസം മുമ്പ് വരെ ഒരു വലിയ ബിൽഡിംഗ് ആയിരുന്നു. ഈ സ്ഥലത്തിനെ നിന്ന നിപ്പിലാണ്. അത് എങ്ങനെ പൊളിച്ചെടുത്തു എന്ന് അറിയത്തില്ല. ഇത്ര നീറ്റായിട്ട് സൂപ്പറായിട്ട് പൊളിച്ചിട്ടൊരു ബൈക്ക് പാർക്കിങ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ആക്കി. ക്ലൈമറ്റ് കുറച്ച് മഴയുടെ ലക്ഷണങ്ങളാണ്. ഒരു 3 ആഴ്ച മുമ്പ് ഇതേപോലെ ഒരു ചെറിയ ട്രിപ്പ് പോയിട്ട് മഴ പെയ്താകെ കുടുങ്ങിയായിരുന്നു. ഇന്നത്തെ ട്രിപ്പ് എങ്ങനെയാവുമെന്ന് അറിയത്തില്ല, കണ്ടറിയാം. അങ്ങനെയുണ്ട് സ്ഥലങ്ങളൊക്കെ അടിപൊളിയല്ലേ? രാവിലെ ഓരോ ഐലൻഡിലേക്കും പോകാൻ വേണ്ടിയിട്ട് കുറച്ച് ക്രൗഡാണ്. ലോക്കൽ ആൾക്കാരൊക്കെ താമസിക്കുന്ന ഐലൻഡുകളിലേക്ക് ഓരോ ബോട്ടുകളാണ്. ചങ്കത്തിലേക്ക് പോകുന്ന ബോട്ടാണ് ഈ കിടക്കുന്നത്. ഇത് പല ഐലൻഡുകളും ലോക്കലായിട്ട് പ്രൈവറ്റ് ആയിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്നതാണ്. കുറെ ബോട്ടൊക്കെ ഫുൾ ആയിട്ടുണ്ട്. നമ്മുടെ ബോട്ട് നസീബ് ഈ കിടക്കുന്നതാണ് നമ്മുടെ നസീബ് എക്സ്പ്രസ്. ഇത് ചോദിച്ചു നോക്കട്ടെ എന്റെ കാര്യങ്ങൾ എന്താണ്. അങ്ങനെ നമുക്ക് ബോട്ട് കിട്ടി. ബോട്ടിൽ കയറിക്കൊണ്ടിരിക്കുകയാണ്. ആൾക്കാരൊക്കെ ഉണ്ട്. കറക്റ്റ് ടൈമിൽ ഇവർ ബോട്ട് എടുത്തു. അതുകൊണ്ട് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന 2 ഫ്രണ്ട്സിന് വരാൻ പറ്റിയില്ല. ഇതിൻ്റെ സീറ്റൊക്കെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. എയർലൈൻസിലെ പോലെ അടിപൊളി സീറ്റാണ്. വെൽ സെറ്റപ്പാണ്. കോമഡി ആയിരുന്നു. ബാഗ് എടുക്കാൻ മറന്നുപോയി. വീഡിയോ എടുക്കാനുള്ള ആവേശത്തിൽ ചാടി ഇറങ്ങിയതാ. ബാഗ് എടുക്കാൻ മറന്നുപോയി. ഹിമഫുഷിയിൽ എത്തിയിരിക്കുകയാണ്. ഇതാണ് ബോട്ടുകൾ. ഇവിടെ വന്ന് ലാൻഡ് ചെയ്ത്. വെൽക്കം ടു ഹിമഫുഷി. ഇവിടെ ഹിമഫുഷിയുടെ ബാഡ്ജ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെ മെയിനായിട്ടുള്ളത് ഒരു ബോട്ട് ബിൽഡ് ചെയ്യുന്ന ഒരു കമ്പനി ഉണ്ട്. പിന്നെ ഉള്ളത് നമ്മുടെ ഫിഷിംഗ് അല്ല, ട്യൂണയൊക്കെ. മെയിൻ ഇവിടുത്തെ ഫിഷ് ട്യൂണയാണ്. ട്യൂണേനെയൊക്കെ എക്സ്പോർട്ട് ചെയ്യുന്ന ഒരു ഫാക്ടറി ഉണ്ട്. അത് രണ്ടാണ് ഇവിടുത്തെ മെയിൻ. പിന്നെ ഒരു ജയിലുണ്ട്. ചെറിയ ഐലൻഡാ. 1 കിലോമീറ്റർ 1.5 കിലോമീറ്റർ നീളം വീതി ഉള്ളൂ എന്ന് പറഞ്ഞ കേട്ടെ. ഞങ്ങളെ റിസീവ് ചെയ്യാൻ വന്നേക്കുന്ന വണ്ടിയല്ല കേട്ടോ, ഇവിടുത്തെ പോലീസ് സ്റ്റേഷന്റെ വണ്ടിയാണ്. നിങ്ങളൊരു സൂത്രം കാണിച്ചുതരാം. ഇത് കണ്ടോ, നമ്മുടെ നാട്ടിലെ പോലീസ് വണ്ടി പോലെ ഇവിടുത്തെ ഇവര് സർവീസ് നടത്തുന്നതാണ്. പ്രസൻസിന്റെ അവരുടെ ബോട്ട് കണ്ടോ. ഇതൊരു പുതിയ കാഴ്ചയല്ലേ നിങ്ങക്ക്? അങ്ങനെ സൂപ്പർ അല്ലേ? ടാറിങ്ങൊന്നും ഇല്ലാത്ത സ്ഥലങ്ങളാണ്. ഹെവി റെയിൻ ആയിരുന്നു രാത്രിയിലൊക്കെ. മഴയത്തിങ്ങനെ കുളിച്ചു കിടക്കും. ഇവിടെ വലിയൊരു ഉരു പണിതുകൊണ്ടിരിക്കുക. ഉരുന്നാണോ പറയുന്നത് എനിക്കറിയത്തില്ല. ആ സംഭവം പണിതുകൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ. ഇതിൻ്റെ ഉള്ളിലേക്ക് അവരെ ആരെയും അലോ ചെയ്യുന്നതല്ല. വെളിയിൽ നിന്ന് ഒരാളോട് ചോദിച്ചു കഴിയുമ്പോൾ പുള്ളി പറഞ്ഞ് കയറി പൊക്കോളാൻ പറഞ്ഞ പുള്ളി ഇതുമായിട്ട് ഒരു ബന്ധമില്ലാത്ത ആളാണെന്ന് തോന്നുന്നു. ഉള്ളിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ വേറെ ആൾക്കാർ വന്നിട്ട് വെളിയിൽ ഇറങ്ങി പോകാൻ പറഞ്ഞു. എനിവേ കുറേയൊക്കെ കാര്യങ്ങൾ കാണാൻ പറ്റി. ഈ വെള്ള കളറിൻ്റെ താഴത്തേക്കുള്ള ഭാഗത്ത് അവർ വാട്ടർ പ്രൂഫിങ്ങിൻ്റെ എന്തോ മെഷ് പോലെ എന്തോ സാധനങ്ങളൊക്കെ അടിച്ച് എന്തോ കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതേപോലെ തന്നെ കുറേ എണ്ണം അതിൻ്റെ അടുത്തൊക്കെ പണിതുകൊണ്ടിരിക്കുന്നുണ്ട്. തൂണാ തോന്നില്ലടാ, പക്ഷെ അത് തടിയല്ലേ. അപ്പൊ പണ്ടത്തെ എന്തെങ്കിലും സെറ്റപ്പ് ആയിരിക്കും. അപ്പൊ ഈ ബോട്ടിനൊക്കെ തട്ട് കൊടുക്കുന്ന എന്തോ സംഭവമാണെന്നാണ് തോന്നുന്നത്. തെങ്ങാണോ? അല്ലല്ല, തെങ്ങല്ല.
കഴിഞ്ഞോ ഫോട്ടോഷൂട്ട്? കഴിഞ്ഞോ? അയ്യോ ഇപ്പൊ തട്ടി വീണാനെ. പോന്നോളീൻ. ഞങ്ങൾ പോയത് വെള്ളിയാഴ്ച ആയതുകൊണ്ട് തിരക്കില്ലായിരുന്നു, അതുകൊണ്ട് അടിപൊളിയായിരുന്നു. ഫിനിഷ് എന്ത്? Inaudia. ഈ ഐലൻഡ് ഒക്കെ ഡെവലപ്മെന്റ് സൈഡിലാണ്. ഈ ഒരു ഏരിയ ഒക്കെ ഫുള്ള് ഗൂഗിൾ മാപ്പിൽ നോക്കുമ്പോൾ ഇപ്പോഴും കടലാണ്. നിങ്ങൾക്ക് കണ്ടറിയാം, ഇത് ഫുള്ള് കടലിൽ നിന്ന് മണ്ണ് കൊണ്ടുവന്ന് ഇവിടെ ഇങ്ങനെ നിറച്ചിട്ടേക്കാണ്. എന്നിട്ട് ഡെവലപ്മെന്റ്സിന്റെ സമയത്തിനനുസരിച്ച് ഇവരിങ്ങനെ മണ്ണ് ഇവിടുന്ന് JCB വെച്ചിട്ട് മാന്തിയിട്ട് ഓരോ സ്ഥലത്ത് കൂടെ കൊണ്ടുപോയി ഫില്ല് ചെയ്ത് അവരുടെ പ്ലാനിങ്ങിനനുസരിച്ച് ഡെവലപ്പ് ചെയ്തെടുക്കുകയാണ് പൊതുവെ ഇവിടെ ചെയ്യാറ്. ഉണ്ടോ? നമ്മുടെ നാട്ടിലെ പാടം പോലെ കിടക്കുവാണ്, പക്ഷെ പാടമല്ല. ഇത് ഫുള്ള് മണ്ണിട്ട് കടലിൽ നിന്ന് മണ്ണ് കൊണ്ടുവന്ന് മണലാണ്, മണലും കോറലും അങ്ങനെയുള്ള സാധനങ്ങളാണ്. ഞാൻ കാണിച്ചു തരാം. കണ്ടോ, ഇതുപോലത്തെ കോറലൊക്കെയാണ് ഫുള്ള് കിടക്കുന്നത്. ശംഖിന്റെ ഭാഗങ്ങൾ. കോമഡി ഉണ്ടോ? പ്ലാസ്റ്റിക്കിന്റെ 5 ലിറ്ററിന്റെ ഇവിടുത്തെ വെള്ളം മേടിക്കുന്ന കന്നാസാണ്. അതിലാണ് തെങ്ങൊക്കെ പാകി വെക്കുന്നത് ഇവിടെ അവരാദ്യം. അതിനെ എന്നിട്ട് അങ്ങനെ തന്നെ നട്ടുവെച്ചേക്കുക. എന്താണ് ഇതിന്റെ പ്ലാനിങ് എന്ന് അറിയത്തില്ല. ഇതെങ്ങനെ എങ്ങനെ വളരുമെന്ന് അറിയില്ല. കണ്ട, കടലിൽ നിന്ന് ഫുള്ള് കൊണ്ടുവന്നിട്ടേക്കുന്ന ഇതെല്ലാം കടലിനടിയിൽ കിടന്ന കോറലും സാധനങ്ങളാണ്. നമുക്ക് കണ്ടാൽ മനസ്സിലാവും. ഇവിടെ തകർത്ത് ക്രിസ്മസിന്റെ ഇത് തലയില് അപ്പൂപ്പന്റെ സാധനമൊക്കെ വെച്ചിട്ടുള്ള ഷൂട്ടിംഗ് ആണ്. ഹിമഫുഷി സർഫിങ്ങിന് പേര് കേട്ട ഒരു ഐലൻഡാണ്. അതുകൊണ്ട് ഓരോ വർഷവും ഇവിടെ സർഫിങ്ങിൻ്റെ ഇവൻറ്റ്സൊക്കെ കണ്ടക്ട് ചെയ്യാറുണ്ട്. ഈ വർഷത്തെ കോമ്പറ്റീഷൻ ഓൾറെഡി കഴിഞ്ഞു. ഇഷ്ടംപോലെ ഫോറിനേഴ്സൊക്കെ വരുന്ന സ്ഥലമാണ്. സർഫിന് വരുന്നവർക്കൊരു നോട്ടീസ് ബോർഡ് പോലൊരു സംഭവമൊക്കെ വെച്ചിട്ടുണ്ട്. ഇതിൽ ഇവരുടെ എമർജൻസി നമ്പറും പിന്നെ ഈ കടലിൽ ഷാർപ്പായിട്ടുള്ള എന്താണ് കോറലാണോ കല്ലാണോ ഇതിൻ്റെ കണ്ടീഷൻ എങ്ങനെയാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരു വാർണിംഗ് പോലെ വെച്ചിട്ടുണ്ട്. ഹിമഫുഷിയിൽ ഒട്ടുമിക്ക ഭാഗങ്ങളും തന്നെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. പക്ഷേ ഫങ്ഷനിങ്ങിലുള്ള പ്ലേസൊക്കെ അടിപൊളിയാണ്. നല്ല വെയിലുള്ളൊരു ക്ലൈമറ്റിലാണ് ഞങ്ങളവിടെ ചെന്നത്. എന്നിട്ട് പോലും അത്രയും ബുദ്ധിമുട്ട് ഞങ്ങൾക്ക് ഫീൽ ചെയ്തില്ല. കാരണം ഇഷ്ടംപോലെ മരങ്ങളുണ്ട് അവിടെ. നല്ല തണലുള്ള ഏരിയാസ് ഇഷ്ടം പോലെയുണ്ട്. ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, ഇത് സർഫിങ് നടത്തുന്നൊരു സ്ഥലമാണ്. സർഫിങ് നടത്തുന്നതിൻ്റെ കോമ്പറ്റീഷൻ്റെ ഭാഗമായിട്ട് ഇവരൊരു ബാൽക്കണി പോലത്തെ ഒരു സെറ്റപ്പ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അടിപൊളിയാണ്. ഇതിൻ്റെ മുകളിൽ കയറിയിട്ടുള്ള വ്യൂ എന്ന് പറഞ്ഞാണ്ടല്ലോ അടിപൊളിയാണ്. ഇപ്പം വെള്ളം കുറവാണ്. ലോ ടൈഡിൻ്റെ ടൈം ആയതുകൊണ്ടാണ് ഫുള്ള് കല്ലും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്നത്. അതല്ലാന്നുണ്ടെങ്കിൽ സൂപ്പറാണ് ഇവിടെ നിന്നുള്ളൊരു വ്യൂ. നിങ്ങൾ വന്ന് എക്സ്പീരിയൻസ് ചെയ്യണം. മാൽഡീവ്സിലെ ഒട്ടുമിക്ക എല്ലാ ഐലൻഡിലും പോലീസ് സ്റ്റേഷനുണ്ട്, പക്ഷേ ജയിൽ വളരെ കുറവാണ്. ഈ ഹിമഫുഷി എന്ന് പറഞ്ഞ ഐലൻഡിൽ ജയിലുണ്ട്. ജയിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ പോലെ ഒത്തിരി വലിയ മതിലുള്ള കാര്യങ്ങളൊന്നുമല്ല. സിമ്പിളായിട്ട് നമ്മൾ വേലി കിട്ടുന്ന പോലത്തെ ഫെൻസിങ് മാത്രമേ ഇട്ടിട്ടുള്ളൂ.
ഒത്തിരി മലയാളി നേഴ്സുമാർ ഇവിടുത്തെ ഇതേപോലുള്ള ജയിലിലൊക്കെ നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മുടെ നാട്ടിലെ ഒരു ആംബിയൻസ് കിട്ടുന്ന ഒത്തിരി സ്ഥലങ്ങൾ ഈ ഐലൻഡിലുണ്ട്. ഈ കാണുന്നത് ഇവിടുത്തെ ഒരു ഓപ്പൺ ജിമ്മാണ്. ഇത് ഇന്ത്യ ഡൊണേറ്റ് ചെയ്തേക്കുന്നതാണ്. ഇന്ത്യ മാൽഡീവ്സ് ഫ്രണ്ട്ഷിപ്പ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട് അതിൽ. മാൽഡീവ്സിൽ തന്നെ ഒരുപാട് ഐലൻഡിൽ ഇന്ത്യ ഡൊണേറ്റ് ചെയ്ത ഓപ്പൺ ജിമ്മുകളുണ്ട്. നമ്മുടെ നാട്ടിൽ വേണ്ട ഇതുപോലെയുള്ള ഫ്രീ ഓപ്പൺ ജിമ്മുകൾ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഉള്ളതായിട്ട് നിങ്ങൾക്ക് അറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യാം. കരിവേപ്പൊക്കെ ഉണ്ട്. കരിവേപ്പ്, ഒരു കരിവേപ്പ്, 2 കരിവേപ്പ്, മുരിങ്ങ. 1000-നും 2000-നും ഇടയ്ക്ക് മാത്രം ജനസംഖ്യയുള്ള ചെറിയ ഐലൻഡാണിത്. ഇവിടെയുള്ള ഒട്ടുമിക്ക വീടുകളും നമ്മുടെ നാട്ടിലെ പോലെയാണ്. ചെറിയ മിറ്റും ചെറിയ ഗാർഡനൊക്കെ ഉണ്ട്. ഇവിടെ ഞാൻ കണ്ടതിൽ ഏറ്റവും ഹൈലൈറ്റ്, ഇവിടെയല്ല മാൽഡീവ്സിൽ എല്ലായിടത്തും തന്നെ ഫാമിലി ആയിട്ടോ ഫ്രണ്ട്സ് ആയിട്ടൊക്കെ സമയം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്പോട്ടുകൾ ഇഷ്ടം പോലെ ഉണ്ട്. ഇവിടെ തന്നെ കണ്ടോ ഒരു ചെറിയൊരു കൂടാരം പോലെ ഉണ്ടാക്കിയിട്ടേക്കുന്നത്. അതിനകത്തൊരു സീറ്റിംഗ് സെറ്റപ്പ് ഉണ്ടോ. നമ്മൾ മീൻ പിടിക്കുന്ന ചൂണ്ടയുടെ നൂലില്ലേ, അങ്ങനത്തെ കട്ടിയുള്ള നൂല് വെച്ചിട്ടാണ് ഇത് നെയ്തിട്ടേക്കുന്നത്. മാൽഡീവ്സിൽ എവിടെ പോയാലും ഇതുപോലെയുള്ള ചെയറുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ബീച്ചിൻ്റെ സൈഡിലൊക്കെ ഇഷ്ടം പോലെ ഉണ്ടാവും. ഇവിടെ കയറ്റോ ഇറക്കമൊക്കെ പോലെ കുറേ എന്തൊക്കെയോ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു സ്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എന്തൊരു ഫീൽഡാണെന്ന് തോന്നുന്നത്. ഇതന്മാരാട്ടോ കളർ അടിച്ച് പെയിന്റ് അടിച്ച് സ്റ്റിക്കർ ഒട്ടിച്ച് വെച്ചേക്കുക. പെയിന്റാണോ? തടി കൊണ്ടുള്ള ബോട്ട്, ലോക്കൽ ഹാൻഡിക്രാഫ്റ്റ് ഐറ്റംസ്, ട്രഡീഷണൽ മാറ്റ്സ് എന്നിവയുടെ കാര്യത്തിലാണ് ഹിമഫുഷി എന്ന ചെറിയ ഐലൻഡ് പേര് കെട്ടി നിൽക്കുന്നത്. ചെറിയ ഐലൻഡ് ആണെങ്കിൽ പോലും ടൂറിസ്റ്റുകളെ അട്രാക്റ്റ് ചെയ്യാൻ പാകത്തിന് എല്ലാം വളരെ മനോഹരമായിട്ടാണ് ഓർഗനൈസ് ചെയ്ത് വെച്ചിരിക്കുന്നത്. In audio. നമ്മുടെ നാട്ടിലെ പോലത്തെ ഒരു അടിപൊളി വാഴത്തോട്ടമാണിത്. അടിപൊളി വാഴത്തോട്ടാട്ടോ. മാവൊക്കെ നിൽക്കുന്നുണ്ട്. അടിപൊളി മാവ് തോട്ടം. എന്നാലും ഇവരെല്ലാം വെച്ചുണ്ടാക്കി സെറ്റ് ആക്കൂല. ഇത് ഗ്രാഫ്റ്റിംഗ് ആണോ എന്നല്ലേ മാവാണോ അല്ലെ? മാവിന്റെ അല്ലേ കണ്ടിട്ട് വന്നത്. ഗ്രാഫ്റ്റിംഗ് ചെയ്തേക്കണാന്ന് തോന്നുന്നു. മുകളിൽ എന്താ കിഴി കിട്ടിയിട്ടുണ്ടല്ലേ? ഇവിടെ ഉണ്ട്. ആ ഇവിടെയൊക്കെ ബഡ് ചെയ്തേക്കുന്ന പരിപാടിയല്ലേ? ബഡിങ്ങോ ഗ്രാഫ്റ്റിംഗ് എന്താ ചെയ്യണം? ഗ്രാഫ്റ്റിംഗ് അല്ല, വേറെ നമ്മുടെ നാട്ടിൽ മാത്രമല്ല, ഇങ്ങ് മാൽഡീവ്സിലും സ്ഥലം കാലാവസ്ഥ പരിമിതികൾ ഉണ്ടായിട്ടും കൃഷിയെ സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഇവിടുത്തെ ബീച്ചുകളിൽ ഇതുപോലുള്ള മരങ്ങളൊക്കെ ഇഷ്ടംപോലെ മെയിൻറ്റെയിൻ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ചൂട് അങ്ങനെ ഫീൽ ചെയ്യുന്നില്ല. ഇത് കണ്ടോ, ഇവിടെ വലിയ തിരക്കൊന്നും ഇല്ലാത്തതുകൊണ്ടേ ഫാമിലിയും ഫ്രണ്ട്സൊക്കെ ആയിട്ട് വന്ന് നമുക്ക് അടിച്ചു പൊളിക്കാൻ പറ്റിയ അടിപൊളി സ്ഥലമാണിത്. ഈ ഒരു ഏരിയയിലാണ് മെയിനായിട്ട് വാട്ടർ സ്പോർട്സിൻ്റെ ആക്ടിവിറ്റീസൊക്കെ നടത്തുന്നത്. ഇന്ന് വെള്ളിയാഴ്ച പ്രെയർ ടൈം ആയതുകൊണ്ടാണ് ആരെയും ഇവിടെ കാണാനില്ലാത്തത്. മെയിനായിട്ടുള്ള വാട്ടർ സ്പോർട്സ് ആക്ടിവിറ്റീസ് ജെറ്റ് സ്കീയും കയാക്കിങ്ങും ഒക്കെയാണ്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഡെവലപ്പായി വരുന്നുള്ളൂ. റിസോർട്ട് അല്ലാതെ ലോക്കൽ ഐലൻഡും വാട്ടർ സ്പോർട്സും എക്സ്പീരിയൻസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഇതൊരു നല്ല ഓപ്ഷനാണ്. ക്യാമറമാനല്ല, വിനീഷ് അന്വേഷിച്ച് കിടന്ന ബീച്ച് കണ്ടെത്തിയ സന്തോഷത്തിൽ വിനീഷ് എന്താ ചിരി വിനീഷ്. ഇതാട്ടോ മെയിൻ കണ്ടന്റ് ഞങ്ങളുടെ ഇന്നത്തെ മെയിൻ കണ്ടന്റ്. കണ്ണാടി നോക്കട്ടെ, ഒന്ന് കാണിച്ചാ. എന്റെ മാനെ നിങ്ങളുടെ ലുക്കല്ലേ നിങ്ങള്? ഓക്കെ, കൊള്ളാം കൊള്ളാം. ലുക്ക്. ഇത് ഇവിടുത്തെ ഹോസ്പിറ്റലാണ്. ഹോസ്പിറ്റൽ എന്ന് പറയാൻ പറ്റത്തില്ല, ചെറിയൊരു ഹെൽത്ത് സെൻറ്റർ. ഏതൊരു ചെറിയ ഐലൻഡിൽ പോയാലും അവിടെ ഒരു ഹെൽത്ത് ഫെസിലിറ്റി ഉണ്ടാവും. അതിനോടുകൂടെ ഒരു സ്കൂളും മുനിസിപ്പാലിറ്റി ഉണ്ടാവും. വെള്ളിയാഴ്ച ലോക്കൽ ഐലൻഡിലൊക്കെ കറങ്ങാൻ പോകുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക. 12 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാ കടകളും തന്നെ അടയ്ക്കും. പ്രെയറിൻ്റെ ടൈമാണ്. പിന്നെ 2 മണിക്കേ തുറക്കത്തുള്ളൂ. അതുകൊണ്ട് വെള്ളമൊക്കെ അതിന് മുമ്പ് എല്ലാവരും മേടിച്ച് വെക്കാൻ ശ്രദ്ധിക്കുക. ഞങ്ങളിത് ശ്രദ്ധിക്കാത്തതുകൊണ്ട് ഞങ്ങൾക്ക് പണി കിട്ടിയായിരുന്നു. പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് വിജയ ആൽബൻ, പുള്ളിയുടെ കെയർ ഓഫിലാണ് ഈ കട ഓപ്പൺ ചെയ്ത് അവർ വെള്ളവും പിന്നെ കഴിക്കാനുള്ള സാധനങ്ങളൊക്കെ തന്നത്. എന്ത് അടിപൊളിയായിട്ടല്ലേ റെസ്റ്റോറൻറ്റിൽ ഗ്ലാസ്സൊക്കെ അടുക്കി വെച്ചേക്കുന്നത്.
ചെറിയ ഐലൻഡ് ആണെങ്കിലും ഇവിടെ ഇല്ലാത്തതായിട്ടൊന്നുമില്ല. പിള്ളേർക്ക് കളിക്കാനുള്ള പാർക്കും ATM എല്ലാം ഉണ്ട്. ഇതാണ് ഇവിടുത്തെ കൗൺസിൽ. ഒത്തിരി വലിയ കെട്ടിടമൊന്നുമല്ല, ചെറിയൊരു സെറ്റപ്പാണ്. ഇത് നമ്മൾ ബോട്ട് ഇറങ്ങുന്നതിന് ജസ്റ്റ് ഓപ്പോസിറ്റാണ്. നിങ്ങൾ ഈ കാണുന്ന അഡ്വർടൈസ്മെൻറ്റ് എനിക്ക് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയി തോന്നി. ഒറ്റ നോട്ടത്തിൽ കണ്ട ചിത്രം വരച്ച് വെച്ചേക്കുന്നതെന്ന് തോന്നത്തുള്ളൂ. പക്ഷേ അടുത്ത് ചെല്ലുമ്പോഴല്ലേ കാര്യം മനസ്സിലാകുന്നത്. ഇത് ഫുള്ള് ക്ലിപ്പ് ചെയ്ത് വെച്ചേക്കുക. ഒറിജിനലായിട്ടുള്ള ക്ലോത്താണ്. എന്തൊക്കെയല്ലേ. ടൂറിസ്റ്റുകളെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാർക്കറ്റിങ്ങിൻ്റെ അങ്ങേയറ്റത്തെ കാഴ്ചകളാണ്. വെള്ളിയാഴ്ച ആയതുകൊണ്ടാണ് ഒത്തിരി ഷോപ്സ് ഒന്നും കാണാൻ പറ്റാതിരുന്നത്. ബോട്ട് നിർത്തിയിടുന്ന സ്ഥലത്തിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ഇന്ത്യൻ റെസ്റ്റോറൻറ്റും ചൈനീസ് റെസ്റ്റോറൻറ്റൊക്കെ അവൈലബിൾ ആണ്. അതുകൊണ്ട് ഫുഡിൻ്റെ കാര്യത്തിൽ നമുക്ക് പേടിക്കേണ്ട കാര്യമില്ല. ഇവിടെ അപ്പ് ആൻഡ് ഡൗൺ ഒരാൾക്ക് മാലയിൽ നിന്ന് ഇവിടെ വരാൻ വെറും 200 രൂപയുടെ ചിലവേ ഉള്ളൂ. മാൽഡീവ്സിൻ്റെ ലോക്കൽ ലൈഫ് എക്സ്പീരിയൻസ് ചെയ്യാൻ താല്പര്യമുള്ളവർ തീർച്ചയായും ഒരു ഡേ വിസിറ്റ് എങ്കിലും ഇങ്ങോട്ട് പ്ലാൻ ചെയ്യുക. ഞങ്ങൾ ഹയർ ചെയ്തത് നസീബ് എക്സ്പ്രസ് ആണ്. അതിൻ്റെ ഷെഡ്യൂളും ഡീറ്റെയിൽസും ഞാനിവിടെ അറ്റാച്ച് ചെയ്യുന്നുണ്ട്. ബുക്ക് ചെയ്യുക, അടിച്ചു പൊളിക്കുക. എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഹിമഫിഷോടെ വിട പറയുകയാണ്. ബൈ ബൈ.